Yeah, good. Performance is nice. Pretty good for Yeah. for a 64,000 rupee bike. Yeah. Yeah. ഇതാണ് ഏറ്റവും പുതിയ സീനോ എമറ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളാണ്. ഇതൊരു ബാംഗ്ലൂർ ബേസ്ഡ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിളാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. ജസ്റ്റ് ഒരു വാക്ക് റൗണ്ട് റിവ്യൂ ആണ്. ഇതൊരു യൂട്ടിലിറ്റി അതുപോലെ തന്നെ നമുക്ക് കമ്മ്യൂട്ടിങ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബൈക്ക് ഡിസൈനാണ് ഓവറോൾ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം. നമുക്ക് ഡെലിവറി ബോയ്സിനും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ സാധനങ്ങൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനുള്ള എല്ലാ സെറ്റപ്പും ഓൾറെഡി സ്റ്റോക്കായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിനകത്ത് വരുന്നത് 2 സ്വാപ്പബിൾ ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഈ ഒരു സംഗതി ഓപ്പൺ ചെയ്യുമ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിനകത്ത് 2 കീ ആണ് വന്നിരിക്കുന്നത്. ഈ കാണുന്ന കീ ഷാർപ്പായിട്ടുള്ള കീ നമുക്ക് മീറ്റർ കൺസോളിൻ്റെ അവിടെ ഇഗ്നിഷൻ ആയിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. ഇത് നമുക്ക് ഈ ഒരു ലോക്ക് അൺലോക്ക് ചെയ്യാനായിട്ടാണ്. ഇങ്ങനെ അൺലോക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഒരു കാണുന്ന സീറ്റിൻ്റെ ഈ ഒരു പോർഷൻ നമുക്കിങ്ങനെ ഉയർത്തിയെടുക്കാൻ പറ്റും. അതിങ്ങനെ പുറകോട്ട് വന്നിട്ട് വയ്ക്കാം. കണ്ടോ? അപ്പോൾ ഇത് 2 ബാറ്ററി പാക്കാണ് വരുന്നത്. ജസ്റ്റ് ലിഫ്റ്റ് ചെയ്യുക, ടേൺ ചെയ്യുമ്പം നമുക്ക് ഈ ബാറ്ററി പാക്ക് ഇതിനകത്ത് കാണാം. ഇതിനകത്ത് 2 ബാറ്ററി പാക്ക് ഉണ്ട്. അതായത് ഇത് 2 കിലോ വാട്ടിൻ്റെ ഒരു ബാറ്ററിയാണ്, ഇത് 2 കിലോ വാട്ടാണ്. അപ്പോൾ അങ്ങനെ 4 കിലോ വാട്ടിൻ്റെ 2 റിമൂവബിൾ ബാറ്ററി പാക്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇതിന്. ഇതിനകത്ത് 3 ചാർജിങ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്നിങ്ങനെ സ്വാപ്പബിൾ ആയിട്ടുള്ള ചാർജിങ് സ്റ്റേഷനിൽ നമുക്ക് സ്വാപ്പ് ചെയ്ത് ജസ്റ്റ് 10 സെക്കൻഡ്സിൽ നമുക്ക് ബാറ്ററി മാറ്റി യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹോം ചാർജർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ 3 ചാർജിങ് സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ലോക്ക് ചെയ്യുക, വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ തിരിച്ച് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് അങ്ങനെയാണ്. ഇവിടെയാണ് ചാർജിങ് പോർട്ട് വരുന്നത്, ഈ കാണുന്നത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ഏകദേശം 1 hourൽ അല്ലെങ്കിൽ 1.15 മിനിറ്റ്സിൽ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് അവർ പറയുന്നത്. ഇതിൽ വന്നിരിക്കുന്നത് ഒരു ADV ടൈപ്പിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ടിലെ ബീക്കൊക്കെ നമുക്ക് അത് രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കളർ ടോൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരു സാധാരണ ടൈപ്പിലുള്ള വലിയ ഒരു പോഷായിട്ടുള്ള ഒരു വണ്ടിയല്ല, പക്ഷേ നമ്മുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾക്കും കൂടുതലും ഡെലിവറി ബോയ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയാണിത്. അത്യാവശ്യം റേഞ്ചുണ്ട്. ഇതിൻ്റെ റേഞ്ച് അവർ റിയൽ വേൾഡിൽ പറയുന്നത് 100 കിലോമീറ്ററാണ്. പിന്നെ അവർ പറയുന്ന വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ബാറ്ററി 2 എണ്ണം 2 കിലോ വാട്ട് ഇപ്പുറത്തും 2 കിലോ വാട്ട് ഇപ്പുറത്തും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ച് നമുക്കിതിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ജെറി ക്യാനും അവർ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അഡീഷണൽ കോസ്റ്റ് ഉണ്ട്. സ്റ്റിൽ നമുക്ക് ലോങ് റൈഡ് നടത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ദൂരം നമുക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ഈ ഒരു കൊടുത്തിരിക്കുന്ന സംഗതിയൊക്കെ. അപ്പോൾ നല്ല ക്യാരിയറൊക്കെ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. സീറ്റ് ഒരു മീഡിയം സോഫ്റ്റായിട്ടുള്ള സീറ്റാണ്. പിന്നെ ഇതിൻ്റെ 190 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. കുറച്ച് ലോങ് ആയിട്ടുള്ള വീൽ ബേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ചെയിൻ ഡ്രൈവ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. മോട്ടോർ എന്ന് പറയുന്നത് ഒരു 8 കിലോ വാട്ട് പവറുള്ള മോട്ടറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഈ വണ്ടി മേടിക്കുന്ന സമയത്ത് ബാറ്ററി ഇല്ലാതെയും വണ്ടി മേടിക്കാം. ബാറ്ററി ആസ് എ സർവീസ്, അതായത് ബാസ് സിസ്റ്റം എന്നുള്ള നിലയ്ക്കും നമുക്ക് ഈ വണ്ടി വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതിന് ഏതാണ്ട് 64,000 രൂപയാണ് അവർ ഷോറൂം പ്രൈസ് പറയുന്നത്. അതല്ല ബാറ്ററി ഉൾപ്പെടെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 ലക്ഷം രൂപയ്ക്കാണ് അവർ പറയുന്നത്. അത് ഒരു ഇൻട്രൊഡക്ടറി പ്രൈസാണ്. ഫ്യൂച്ചറിൽ അവർ ഒരു 20,000 കസ്റ്റമേഴ്സ് കഴിയുമ്പോൾ അത് ഇൻക്രീസ് ചെയ്യാനുള്ള ഇതുണ്ട്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഒരു പ്രൊജക്ടർ LED ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്, ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന ടെയിൽ ലാമ്പും ഒക്കെ LED യൂണിറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു 5 ഇഞ്ച് ഒരു ഡിസ്പ്ലേ മീറ്റർ കൺസോൾ കാണിച്ചു തരാം. അത്യാവശ്യം നല്ലൊരു ഗ്രാഫിക്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബേസിക് ആയിട്ടുള്ള മീറ്റർ കൺസോളാണ്. എത്ര ചാർജ് ഉണ്ട്, അതുപോലെ ട്രിപ്പ് മീറ്റർ ഉണ്ട്, ഓഡോമീറ്റർ, പാർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഈ കാണുന്ന സ്വിച്ചിൻ്റെ പോർഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കിൽ സ്വിച്ചാണ്, റിവേഴ്സ് മോഡിലുള്ള ബട്ടണാണ്. ഇത് നമുക്ക് 3 റൈഡിംഗ് മോഡ്സ് ഉണ്ട്, അതായത് ഇക്കണോമി, സ്റ്റാൻഡേർഡ്, സ്പോർട്ട്. പിന്നെ ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളത് ഈ കാണുന്നത് ഹൈ ബീം, ലോ ബീം, ഇൻഡിക്കേറ്റർ, ഹോണ്. അതുപോലെ തന്നെ ഇത് ഒരു ക്രൂസ് ബട്ടണാണ്. ഇത് ഇപ്പോൾ ആക്ടിവേറ്റഡ് അല്ല, അവർ ഡിസംബർ മുതലാണ് ഇതിൻ്റെ ഡെലിവറി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സമയം മുതൽ ഇവരുടെ പ്രൊഡക്ഷൻ വെർഷനിൽ ആക്ടിവേറ്റ് ആക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു പ്രോട്ടോടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ വെർഷന് മുമ്പുള്ള ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതിനകത്ത്.
ക്വാളിറ്റി കുറച്ചുകൂടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുണ്ട്. സ്റ്റിൽ പ്രൊഡക്ഷൻ വെർഷൻ വരുമ്പോൾ അവർ ബെറ്റർ ആക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലൊരു USB പോർട്ടും കൊടുത്തിട്ടുണ്ട്. 17 ഇഞ്ച് അലോയ് വീൽസാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ ഒരു 90 സെക്ഷനും റിയറിൽ 100 സെക്ഷൻ ടയറാണ് വന്നിരിക്കുന്നത്. ഒരു ഡ്യുവൽ പർപ്പസ് ടയർ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്, ഒരു ബട്ടൺ ടൈപ്പ്. അപ്പോൾ നമ്മളുടെ റഫായിട്ടുള്ള റോഡുകളിൽ ഓടിക്കാനായിട്ടും ഒക്കെയാണ്. ഇത് ഇന്ത്യൻ നിരത്തിൽ മാത്രമല്ല, ആഫ്രിക്കൻ രാജ്യങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ എയിം ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ആഫ്രിക്കയിലെ ഉള്ള ബൈക്കുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ സെറ്റപ്പുകൾ അവർക്ക് ചെയ്ത് കൊണ്ട് നടക്കുന്ന കാണാം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അവർ കുറച്ചും കൂടെ പല കൺട്രികളെ ഉദ്ദേശിച്ചിട്ടാണ് അവർ ഇത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ ഡിസൈൻ ഓവറോൾ. ഇതിൻ്റെ ഒരു 1/3 പോർഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ലുക്ക് ആൻഡ് ഫീൽ തരുന്നുണ്ട്. പിന്നെ റിയർ സൈഡിലോട്ട് പോകുമ്പോൾ പക്ക ഒരു യൂട്ടിലിറ്റി മോട്ടോർ സൈക്കിൾ പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ സീറ്റ് സെറ്റപ്പ് ഞാൻ നോക്കിയപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആക്കാനും തോന്നി. ഇതിൻ്റെ ഒരു കുഷ്യൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ടെക്സ്ചർ കുറച്ചുകൂടെ പ്രീമിയം സെറ്റപ്പിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഓവറോൾ ലുക്ക് നോക്കുമ്പോൾ വലിയ തെറ്റില്ലാത്തൊരു മോട്ടോർ സൈക്കിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇതിൽ ചെയിൻ ഡ്രൈവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ ചെറിയ ഷോർട്ടായിട്ടുള്ള ഡിസ്റ്റൻസിലാണ് കൊടുത്തിരിക്കുന്നത്. വീൽ ബേസ് നല്ലോണം ഉണ്ട്. അപ്പോൾ ഞാനിത് ട്രാക്കിൽ ഓടിച്ച് നോക്കി. അപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം സ്റ്റിഫർ ക്വാളിറ്റിയാണ് ഫീൽ ചെയ്യുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ഇതൊരു സ്പോർട്ട് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നുള്ള നിലയിൽ കുറച്ചും കൂടെ എന്താ പറയുക സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷൻ വേണം. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഒരുപാട് ലോഡ് ക്യാരി ചെയ്യുന്ന സമയത്ത് 250 കിലോഗ്രാമാണ് പേലോഡ് കപ്പാസിറ്റി പറയുന്നത്. ബൈക്കിൻ്റെ വെയിറ്റ് 160 കിലോഗ്രാം അടുത്താണ് വരുന്നത്. അപ്പോൾ കൂടുതൽ സാധനങ്ങൾ ക്യാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷൻ വേണം. അല്ലാന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം അബ്സോർബ് ചെയ്യുന്ന സമയത്ത് അതൊരു പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കുറച്ചൊരു സ്റ്റിഫർ സൈഡിൽ സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത്. സ്റ്റിൽ ഒരുപാട് കംഫർട്ട് തരുന്ന തരത്തിലല്ല, സ്റ്റിൽ ഓക്കെ ആയിട്ടുള്ളൊരു കംഫർട്ട് നൽകുന്നുണ്ട്. വെയിറ്റ് ക്യാരി ചെയ്യുന്ന സമയത്താണ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് വരാൻ സാധ്യത. റിയർ പോർഷൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കാനും തോന്നി. ഓവറോൾ വലിയ തെറ്റില്ല. ഇതിൻ്റെ ഒരു പ്രൈസ് ഫിഗർ വെച്ചിട്ട് ഇത് ജസ്റ്റിഫൈഡ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് പ്രൈസ് വെച്ച് നോക്കുമ്പം ഈ വണ്ടി വലിയ തെറ്റില്ലാത്തൊരു വണ്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു പോർഷനിലൊക്കെ കുറച്ച് വെൽഡിങ് പാർട്സുകളൊക്കെ കുറച്ചൊക്കെ ഒന്ന് ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ നന്നായിരിക്കുന്നു. പിന്നെ അവർ പറഞ്ഞത് ഇത് പ്രൊഡക്ഷൻ വെർഷൻ വരുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി അവർ പ്രൊവൈഡ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പം നമുക്ക് കുറച്ച് പേർക്ക് ടെസ്റ്റ് റൈഡിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് ഒരു ഈവൻറ്റ് ഇവിടെ അവർ ഓർഗനൈസ് ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 90 km/h ആണ്. ഏകദേശം ഒരു 60 km സ്പീഡിൽ വളരെ ക്വിക്കായിട്ട് തന്നെ ഞാൻ ഓടിച്ച സമയത്ത് എത്തിയായിരുന്നു. പിന്നെ 0 to 60 എത്താനായിട്ട് ജസ്റ്റ് 7.8 സെക്കൻഡ്സ് മാത്രം മതി. ഗ്രേഡബിലിറ്റി എന്ന് പറയുന്നത് 30% ആണ് വിത്ത് പാസഞ്ചർ, അതുപോലെ ലോഡ് ക്യാരി ചെയ്യുന്ന സമയത്ത്. പീക്ക് പവർ എന്ന് പറയുന്നത് 8 kW ആണ്. അതുപോലെ 330 Nm ടോർക്ക് റിയർ വീലിൽ കിട്ടുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 4 kW ആണ്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ഒരു പവർ ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 റൈഡിംഗ് മോഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏകദേശം ഒരു 150cc 125cc റേഞ്ചിൽ വരുന്ന ബൈക്കുകളുമായിട്ടുള്ള കമ്പയർ ചെയ്യുന്ന സമയത്തുള്ള ഒരു പവർ ഫിഗറാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല ക്വിക്കായിട്ട് തന്നെ ഒരു 50-60 റീച്ച് ആവുന്നുണ്ട് നമ്മൾ അതിൻ്റെ സ്പോർട്ട് മോഡിൽ ഇടുന്ന സമയത്ത്. അത്യാവശ്യം പവർഫുള്ളായിട്ട് തന്നെ തോന്നി. പിന്നെ ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഏകദേശം 80 to 1 lakh എന്നുള്ള ഒരു സെറ്റപ്പിലാണ് അവർ പ്രൈസ് ഫിഗർ കൊടുത്തിരിക്കുന്നത്. 3 കളേഴ്സ് അവൈലബിൾ ആണ്. ഏകദേശം ഈ വർഷം ഡിസംബറോട് കൂടിയിട്ടായിരിക്കും ഇതിൻ്റെ ഡെലിവറി അവർ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ചാർജിങ് സെറ്റപ്പ്, സ്വാപ്പബിൾ ചാർജിങ് സ്റ്റേഷൻ്റെ ഒരു സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാം. ഇതിന് 3 ചാർജിങ് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ സ്വാപ്പബിൾ സെറ്റപ്പ് ഉണ്ട്, പിന്നെ ഹോം ചാർജിങ്ങും ഉണ്ട്. അങ്ങനെ 3 സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വളരെ ക്വിക്കായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കിപ്പിടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കീട് വീഡിയോയുമായി വരുന്നതുവരെ ടേക്ക് കെയർ, ബൈ.